ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വളരെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപകടത്തിൽപ്പെടുന്ന പൂമ്പാറ്റകളെ CPR കൊടുത്ത് രക്ഷപ്പെടുത്താം. കേരളത്തിൽ പൂമ്പാറ്റകളെ ധാരാളമായി കാണപ്പെടുന്ന മാസങ്ങൾ ആണ് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഈ മാസങ്ങളിൽ നമ്മൾ വാഹനങ്ങളുമായി റോഡിലൂടെ പോകുമ്പോൾ പലപ്പോഴും വാഹനങ്ങൾ കയറി ചത്തുപോയ നിലയിൽ റോഡിൻ്റെ വശങ്ങളിൽ പൂമ്പാറ്റകൾ കിടക്കുന്നത് കണ്ടിരിക്കും. ഹൈറേഞ്ച് മേഖലയിൽ അല്ലെങ്കിൽ വനാതിർത്തിയിലൂടെയുള്ള റോഡുകളിൽ ആണ് ഇത് അധികവും കാണപ്പെടുക. കഴിഞ്ഞ ദിവസം ഞാൻ ബൈക്കിൽ വനാതിർത്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിന് നടുവിൽ അപകടത്തിൽപ്പെട്ട ഒരു പൂമ്പാറ്റ വീണ് കിടക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുള്ള പൂമ്പാറ്റ, മലയാളത്തിൽ ചുട്ടിക്കറുപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന റെഡ് ഹെലൻ പൂമ്പാറ്റയായിരുന്നു അത്. ഞാൻ ഉടനെ ബൈക്ക് സൈഡൊതുക്കി നിർത്തി ആ പൂമ്പാറ്റയെ കയ്യിലെടുത്തു. ഈ പൂമ്പാറ്റയുടെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ഹെലേനസ് എന്നാണ്. കിളിവാലൻ ചിത്രശലഭങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ പൂമ്പാറ്റ. ഞാൻ എടുത്തപ്പോൾ അതിന് ജീവൻ ഉള്ളതായി മനസ്സിലായി. ഉടനെ ഇടതു കൈയിൽ ആ പൂമ്പാറ്റയെ മലർത്തി കിടത്തി ഊതിക്കൊടുത്തു. വലതു കൈ ചൂണ്ടുവിരൽ കൊണ്ട് പതുക്കെ അതിൻ്റെ ശരീരത്തിൽ തടവിക്കൊടുത്തു. അപ്പോൾ അതിന് ജീവൻ തിരിച്ചു കിട്ടുന്നതിൻ്റെ സൂചനയായി ചിറകുകൾ ശരീരത്തോട് കൂടിച്ചേരാത്ത ശരീരത്തിൻ്റെ കീഴ്ഭാഗം മുകളിലോട്ട് മെല്ലെ ചലിപ്പിക്കുവാൻ ശ്രമം നടത്തുന്നതായി കണ്ടു. ഞാൻ ഏതാനും മിനിറ്റ് സമയം കൂടി ഊതുകയും തടവുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ തല ചലിപ്പിക്കുന്നതായി കണ്ടു. ഉടനെ അതിൻ്റെ ചിറകുഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ആ പൂമ്പാറ്റയെ കമഴ്ത്തി കിടത്തി. പിന്നെയും ചെറുതായി ഊതിക്കൊടുത്തു. അത് പതിയെ ജീവനിലേക്ക് തിരിച്ചു വന്നു. ഏതാനും നിമിഷത്തിനുള്ളിൽ അത് പറന്നു പോവുകയും ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്നേഹമുള്ളവരെ, നിങ്ങളും ഇതുപോലെ വഴിയിൽ പൂമ്പാറ്റകൾ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒരിക്കലും പൂമ്പാറ്റയുടെ ഒരു ചിറകിൽ മാത്രമായി പിടിക്കുവാൻ പാടുള്ളതല്ല. കാരണം അവയ്ക്ക് അല്പം ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കാത്ത മറ്റേ ചിറക് ഉപയോഗിച്ച് അവ പറക്കുവാൻ ശ്രമിക്കുകയും തൽഫലമായി നിങ്ങൾ പിടിച്ച ചിറക് അതിൻ്റെ ശരീരത്തിൽ നിന്നും പറഞ്ഞു പോരുകയും ചെയ്തുകൊണ്ട് അത് മരണപ്പെട്ടു പോകും. അതിനാൽ എപ്പോഴും 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് പൂമ്പാറ്റയെ പിടിക്കുവാൻ പാടുള്ളൂ. കയ്യിലെ ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിക്കാം. നാം യാത്ര ചെയ്യുന്ന വാഹനത്തിലോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആളുടെ ഹെൽമറ്റിലോ ഇടിക്കുന്നത് കൊണ്ടാണ് അവ റോഡിൽ വീണു പോകുന്നതും മറ്റു വാഹനങ്ങൾ അവയുടെ ശരീരത്തിലൂടെ കയറിപ്പോകുന്നതും. വെറും 30 ദിവസം മുതൽ 70 ദിവസം വരെയാണ് ശരാശരി പൂമ്പാറ്റകളുടെ ആയുസ്. ചില ഇനത്തിൽപ്പെട്ടവ മാത്രം 11 മുതൽ 13 മാസം വരെ ആയുസ്സുള്ളവ ആയും കാണപ്പെടാറുണ്ട്. പൂമ്പാറ്റകളെ അധികം കാണപ്പെടുന്ന വനപ്രദേശത്തെ റോഡുകളുടെ വശങ്ങളിൽ കാടിനോട് ചേർന്ന് 15 അടി ഉയരമുള്ള ഇഴയടുപ്പമുള്ള വലകൾ സ്ഥാപിച്ചാൽ പൂമ്പാറ്റകൾ വണ്ടിയിടിച്ചുള്ള അപകടങ്ങളിൽ പെടുന്നത് തടയുവാൻ സാധിക്കും. ഒത്തിരി പൂമ്പാറ്റകൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. കീടനാശിനി, കളനാശിനി എന്നിവയുടെ ഉപയോഗം മൂലവും ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റവും കാലാവസ്ഥാ മാറ്റവും ഇവയിലെ പല വംശങ്ങളെയും ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രാണിവർഗത്തിൽപ്പെടുന്ന ഒന്നാണ് പൂമ്പാറ്റകൾ. കേരളത്തിൽ 150-ൽ അധികം പൂമ്പാറ്റ ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയ അവയുടെ മനോഹരമായ രൂപം നിലനിർത്തുന്നതിന് നമ്മൾക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.